Good morning to all. Today we discuss the third chapter in statistics, organization of data. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വാക്കിലെ തേർഡ് ചാപ്റ്റർ ആയ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇൻ ദ പ്രീവിയസ് ക്ലാസ് we discussed collection of data. In this chapter we discuss about the organization of data. We know that the collected data are organized or unorganized. The unorganized type of data is called raw data. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്നെല്ലാം ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതികളെ കുറിച്ചും കളക്ട് ചെയ്യുന്ന ഡാറ്റകളെ കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ രീതിയിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ എന്തായിരിക്കും? അൺഓർഗനൈസ്ഡ് ആയിരിക്കും. അതിനൊരു അടുക്കം ഒതുക്കൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ പലരുടെ കയ്യിൽ നിന്ന് നമ്മൾ പലപ്പോഴായിട്ട് കളക്ട് ചെയ്ത ഡാറ്റയാവും ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ആ ശേഖരിച്ച് വെച്ച ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്യണം? കളക്ട് ചെയ്ത ഡാറ്റനെ ഓർഗനൈസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മൾ നടത്തണം. അപ്പം അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പായ കളക്ഷൻ ഓഫ് ഡാറ്റ കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് സ്റ്റെപ്പാണ് എന്ത്? ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. അങ്ങനെ നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡാറ്റയുടെ സംഘാടന നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റ നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. അപ്പോൾ അത് ഒരുപാട് വലിയ ഡാറ്റ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പഞ്ചായത്തിലെ ആളുകളുടെ ജോലി, അതല്ലെങ്കിൽ എത്ര ആളുകൾക്ക് ജോലി ഉണ്ട് എന്നുള്ള കണക്കാണ് നമ്മൾ ശേഖരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ ഒരുപാട് കൂടുതലായിരുന്നു. അപ്പോൾ ആ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യണം. അപ്പം അങ്ങനെ ഈ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റോ ഡാറ്റ അല്ലെങ്കിൽ അസംസ്കൃത ഡാറ്റ എന്ന് പറയുന്നത്. അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റയാണ് നമ്മൾ റോ ഡാറ്റ എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ? എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ മീൻസ് the process of arranging data in groups or classes according to similarities. ഒരേപോലെയുള്ള അല്ലെങ്കിൽ ഒരേ സാമ്യമുള്ള ഡാറ്റകളെ പ്രത്യേകം ഗ്രൂപ്പുകളാക്കിയോ അതല്ലെങ്കിൽ പ്രത്യേകം ക്ലാസ്സുകളാക്കിയോ തരംതിരിക്കുന്നതിനെയാണ് എന്ത് പറയുക? അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റയുടെ തരംതിരിവെന്ന് പറയുന്നത്. ഈ ഇപ്പോൾ നമുക്കറിയാം, ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോസ്റ്റ് ഓഫീസിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? പല രാജ്യത്തു നിന്നും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ലെറ്റേഴ്സ്, കത്തുകൾ പോസ്റ്റ് ഓഫീസിൽ വരും. ആ പോസ്റ്റ് ഓഫീസിലുള്ള ജോലിക്കാർ എന്ത് ചെയ്യും? ആ ലെറ്റേഴ്സ് പ്രത്യേകം ഭാഗങ്ങളാക്കിയിട്ട് ഓരോരോ സ്ഥലങ്ങൾക്കനുസരിച്ച് സെപ്പറേറ്റ് ചെയ്ത് വെക്കും. അതല്ലെങ്കിൽ പ്രത്യേക ഡേറ്റുകൾക്കനുസരിച്ച് പ്രത്യേക ടൈമിനനുസരിച്ചൊക്കെ ക്ലാസിഫൈ ചെയ്ത് വെക്കും. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ രീതിയിൽ എക്കണോമിക്സിൽ നമുക്ക് ആവശ്യമുള്ള നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ മീൻസ് ദ അറേഞ്ച്മെന്റ് ഓഫ് ഡാറ്റ ഇൻ സെപ്പറേറ്റ് ഗ്രൂപ്പ്സ് ഓർ ക്ലാസസ് അക്കോർഡിംഗ് ടു സിമിലാരിറ്റീസ്. സാമ്യതക്കനുസരിച്ച് അതല്ലെങ്കിൽ ഒരേപോലെയുള്ള ഡാറ്റകൾ പ്രത്യേകം ഗ്രൂപ്പുകളോ ക്ലാസ്സുകളോ ആക്കി വേർതിരിക്കുന്നതിനാണ് എന്ത് പറയുക? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. The data can be classified in 4 ways. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയെ നമ്മൾ 4 തരത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ജോഗ്രഫിക്കൽ ഏരിയ. Geographical area or geographical classification. Second one, chronological classification. Third one, qualitative classification. And fourth one, quantitative classification. അതിലാണ് ഫസ്റ്റ് വൺ. എന്താണ് geographical classification എന്ന് പറഞ്ഞാൽ? In the geographical classification, the data can be classified on the basis of geographical area. പ്രത്യേക ഭൂമിശാസ്ത്രപരമായിട്ടുള്ള തരംതിരിവിനെയാണ് എന്ത് പറയുക? ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യ വിവിധ സ്റ്റേറ്റുകളുടെ അടിസ്ഥാനത്തിൽ, വിവിധ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ജനസംഖ്യ നമ്മൾ ക്ലാസിഫൈ ചെയ്യാമെന്ന് കരുതുക. അപ്പോൾ കേരളത്തിലെ ജനസംഖ്യ ഇത്ര, തമിഴ്നാട് ഇത്ര,
ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ഒരു പ്രത്യേക സ്ഥലത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്. ഈ ഒരു ടേബിൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ഈ ടേബിളിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ദ നമ്പർ ഓഫ് സ്കൂട്ടേഴ്സ്, ഒരു സ്കൂട്ടർ നിർമ്മാതാവിന്റെ സ്കൂട്ടർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റേറ്റുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് സ്കൂട്ടേഴ്സ്, ഓരോ സ്റ്റേറ്റിലും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തും വിൽപ്പന ചെയ്ത സ്കൂട്ടറുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. കേരളം 1840 സ്കൂട്ടറുകളാണ്, തമിഴ്നാട് 2150, കർണാടക 2435, ആന്ധ്രാപ്രദേശ് 2265. അപ്പോൾ ഈ ടേബിളിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഭൂമിശാസ്ത്രപരമായിട്ടുള്ള തരംതിരിവാണ്. കാരണം എന്താ? പ്രത്യേക സ്ഥല വിഭാഗം, ഒരു പ്രത്യേക ഭൂവിഭാഗത്തിൽ പെടുന്ന അല്ലെങ്കിൽ ആ ഒരു ഭൂപ്രദേശത്തുള്ള സ്കൂട്ടറിന്റെ വിൽപ്പനയെ കുറിച്ചാണ് ആ ടേബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. The second type of classification is chronological classification. Chronological classification means classification on the basis of specific time period. ഓരോ പ്രത്യേക ടൈം പീരീഡ്, പ്രത്യേക കാലക്രമം അനുസരിച്ച് ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് എന്ത് പറയാ? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ നമ്മൾ 2010 നമ്മുടെ കയ്യിലുള്ള വരുമാനം 1000 രൂപയായിരുന്നു. അത് 2015 ആയപ്പോഴേക്കും 2000 രൂപയായി, 2020 ആയപ്പോഴേക്കും 2500 രൂപയായി, ഇപ്പോൾ 2025 ആകുമ്പോഴേക്കും അത് 3000 രൂപയിലേക്ക് എത്തും. ആ രീതിയിൽ പ്രത്യേക കാലക്രമം, ഓരോ പ്രത്യേക കാലത്തിനനുസരിച്ച് ഡാറ്റ തരംതിരിക്കുന്നതിനാണ് എന്ത് പറയുക? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. ഈ ടേബിളിൽ ശ്രദ്ധിക്കുക. ഈ ടേബിളിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഇന്ത്യയിലെ ജനസംഖ്യയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Chronological classification means when a data are classified either in ascending or descending order with reference like to year, month, week, etc. കൊല്ലം, മാസം, ആഴ്ച എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു പ്രത്യേക സമയാടിസ്ഥാനത്തിൽ ആരോഹണക്രമത്തിലോ അവരോഹണക്രമത്തിലോ ഡാറ്റ തരംതിരിക്കുന്നതിനെയാണ് കാലക്രമമായ തരംതിരിവ് അഥവാ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ടേബിളിൽ നോക്കുക. ഇവിടെ ഇന്ത്യയിലെ ജനസംഖ്യയാണ് കൊടുത്തിട്ടുള്ളത്. 1951 മുതൽ 2001 വരെ ഇന്ത്യയിലെ ജനസംഖ്യ എത്രയെല്ലാമാണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1951 35 കോടിയായിരുന്നു ഇന്ത്യയിലെ ജനസംഖ്യ. അത് 1961 ആയപ്പോഴേക്കും 43 കോടിയായി ഇൻക്രീസ് ചെയ്തു. 1961 ആയപ്പോഴേക്കും 54 കോടിയായിട്ടും അത് 2001 ആയപ്പോഴേക്കും 102 കോടിയായിട്ടും ഇൻക്രീസ് ചെയ്തതായിട്ട് നമുക്ക് ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. The another type of data classification is qualitative classification. Qualitative classification means data are classified on the basis of some quality. ഏതെങ്കിലും ഒരു ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ, ഏതെങ്കിലും ഒരു ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ഇന്ത്യൻ പോപ്പുലേഷനിൽ എത്ര സ്ത്രീകളുണ്ട്, എത്ര പുരുഷന്മാരുണ്ട്? ഈ സ്ത്രീകൾ എന്ന് പറയുന്നത്, പുരുഷന്മാരെന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വാളിറ്റിയാണ്. അത് നമുക്ക് എത്രയാണെന്ന് അങ്ങനെ ഒരു പ്രത്യേക അളവുകോൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അളക്കാനായിട്ട് കഴിയില്ല. സ്ത്രീ എന്നതും പുരുഷനെന്നതും, സ്ത്രീ എന്നതിൻ്റെ അളവ് എത്രയാണ് ഇപ്പോൾ നമുക്ക് അളക്കാൻ കഴിയുമോ? ഇല്ല. പക്ഷേ അത് എത്ര സ്ത്രീകളുണ്ട് എന്നുള്ളത് നമുക്ക് അളക്കാനായിട്ട് കഴിയും. അത്തരത്തിലുള്ള ഡാറ്റ ക്ലാസിഫിക്കേഷനാണ് എന്ത്? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഈ ഒരു ചെറിയൊരു ഡയഗ്രം നോക്കുക. അവിടെ പോപ്പുലേഷൻ നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെയിൽ എന്നും ഫീമെയിൽ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ മാരീഡ് ആയ മെയിൽ എത്ര, അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ എത്ര, മാരീഡ് ആയിട്ടുള്ള ഫീമെയിൽ എത്ര, അൺമാരീഡ് ആയിട്ടുള്ള ഫീമെയിൽ എത്ര എന്നും ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വിവാഹം ചെയ്ത പുരുഷന്മാരെത്ര, അവിവാഹിതനായ പുരുഷന്മാരെത്ര, അതുപോലെ തന്നെ വിവാഹിതരായ സ്ത്രീകൾ എത്ര, അവിവാഹിതരായ സ്ത്രീകൾ എത്ര എന്നുള്ള വിവരം
ഈ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് എന്ത് പറയാ? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. The another type of data classification is quantitative classification. Quantitative classification means data are classified on the basis of some characteristics. ഏതെങ്കിലും ഒരു പ്രത്യേക കഴിവിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വരുമാനം, ഒരു കുട്ടിക്ക് കിട്ടിയ മാർക്ക്, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലുള്ള ഡാറ്റ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഈ ടേബിൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ടേബിളിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്ക് ഇൻ മാത്തമാറ്റിക്സ് ഓഫ് 100 സ്റ്റുഡൻറ്റ്. 100 കുട്ടികൾക്ക് മാത്തമാറ്റിക്സിൽ കിട്ടിയ മാർക്കാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ മാർക്ക് എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക ക്യാരക്ടറാണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളെ ക്ലാസ്സുകളാക്കി തിരിച്ചിട്ടുണ്ട്. 0-നും 10-നും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ ഒരു കുട്ടിയാണുള്ളത്. 10-നും 20-നും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ 8 കുട്ടികളുണ്ട്. 20-നും 30-നും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ 7 കുട്ടികളുണ്ട്. ആ രീതിയിലാണ് ആ ഡാറ്റ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് വേരിയബിൾസ്. അടുത്തത് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു ടേമാണ് എന്ത്? വേരിയബിൾസ്. എന്താണ് വേരിയബിൾ അഥവാ ചരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? The variable is that a characteristic value is capable of changing from one unit to another. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റിൽ നിന്നും മറ്റൊരു യൂണിറ്റിലേക്ക് ചലിക്കുന്ന സവിശേഷതയാണ് എന്ത്? ഒരു ചരം അതല്ലെങ്കിൽ ഒരു വേരിയബിൾ എന്ന് പറയുന്നത്. വേരിയബിൾ മീൻസ് is the characteristic value of changing one unit to another. ഒരു യൂണിറ്റിൽ നിന്നും മറ്റൊരു യൂണിറ്റിലേക്ക് ചലിക്കുന്ന ഒരു വാല്യൂവിനെയാണ്, ഒരു ചരത്തെയാണ് എന്ത് പറയുന്നത്? വേരിയബിൾ എന്ന് പറയുന്നത്. വേരിയബിൾസ് 2 രീതിയിലാണുള്ളത്. The variables can be classified into continuous variable and discrete variable. വേരിയബിൾസിനെ നമ്മൾക്ക് കണ്ടിന്യൂസ് വേരിയബിൾ എന്നും ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്നും രണ്ടായിട്ട് തരംതിരിക്കാനായിട്ട് കഴിയും. എന്താണ് കണ്ടിന്യൂസ് വേരിയബിളും എന്താണ് ഡിസ്ക്രീറ്റ് വേരിയബിളും? കണ്ടിന്യൂസ് വേരിയബിൾ എന്താണ്? നമുക്ക് ആ പേര് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? തുടർച്ചയായ ചരങ്ങൾ, സംഗത ചരങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. കണ്ടിന്യൂസ് വേരിയബിൾ ഈസ് ദാറ്റ് വിച്ച് ക്യാൻ ടേക്ക് എനി ന്യൂമറിക്കൽ വാല്യൂ. നമ്മുടെ സാധാരണ രീതിയിലുള്ള അഥവാ ഒരു പ്രത്യേക മേഖലയിൽ സ്വീകരിക്കാവുന്ന ചരങ്ങളെ എല്ലാം നമ്മൾ എന്ത് പറയാൻ പറ്റും? കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയാൻ പറ്റും. അഥവാ ന്യൂമറിക്കൽ നമ്പേഴ്സ് 1, 2, 3, 4, 5 എന്ന് തുടങ്ങുന്ന ഓരോ ന്യൂമറിക്കൽ നമ്പേഴ്സും എന്താണ്? കണ്ടിന്യൂസ് വേരിയബിൾ ആണ്. അതൊരു പക്ഷേ നമ്മൾക്ക് ഫ്രാക്ഷണൽ വാല്യൂസ് ആയിട്ടും വരാം. ഫ്രാക്ഷണൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭിന്ന സംഖ്യകളായിട്ടും കണ്ടിന്യൂസ് വേരിയബിൾസ് ഉണ്ടാക്കാൻ സാധ്യത. 1/2, 2/3, 3/4 എന്ന് പറയുന്ന രീതിയിൽ ഭിന്ന സംഖ്യകളും ഏതിന്റെ ഭാഗം തന്നെയാണ്? കണ്ടിന്യൂസ് വേരിയബിളിന്റെ ഭാഗം തന്നെയാണ്. കണ്ടിന്യൂസ് വേരിയബിൾ that which can take any numerical value. Then discrete variable. A discrete variables are those which can take only certain values. ഈ കണ്ടിന്യൂസ് വേരിയബിളിന് എല്ലാ മേഖലയിലുള്ള നമ്പേഴ്സിനെയും സ്വീകരിക്കാൻ കഴിയും. എല്ലാ മേഖലയിലുള്ള വേരിയബിൾസിനും സ്വീകരിക്കാൻ കഴിയും. പക്ഷേ ഡിസ്ക്രീറ്റ് വേരിയബിളിന് ചില പ്രത്യേക മേഖലയിലുള്ള സംഖ്യകളെ മാത്രമാണ് ഉൾക്കൊള്ളാനായിട്ട് കഴിയുള്ളൂ. എസ്പെഷ്യലി എക്സ്ക്ലൂഡ് ഫ്രാക്ഷൻ നമ്പേഴ്സ്. ഡിസ്ക്രീറ്റ് വേരിയബിൾസിൽ ഒരിക്കലും ഭിന്ന സംഖ്യകളെ ഉൾക്കൊള്ളിക്കാനായിട്ട് കഴിയില്ല. ഈ ഡിസ്ക്രീറ്റ് വേരിയബിളുകൾ തുടർച്ചയില്ലാത്ത വേരിയബിളുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് വേരിയബിൾ അഥവാ അസംതത ചരങ്ങൾ എന്ന് പറയുന്നത്. We learn about frequency. അടുത്തത് നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു ടേമാണ് എന്ത്? ഫ്രീക്വൻസി. നമ്മൾ ഈ ഡാറ്റയുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ പഠിച്ചത്.
on the basis of geographical area, chronological classification, qualitative classification, quantitative classification, ഈ രീതിയിലെല്ലാം ക്ലാസിഫൈ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കയ്യിലുള്ള ഡാറ്റനെ നമ്മൾ എന്ത് ഡാറ്റ പറയുക? റോ ഡാറ്റ എന്നാണ് നമ്മൾ പറയുക. ദെൻ നമുക്ക് ഡാറ്റകൾ നമ്മൾക്ക് കണ്ടിന്യൂസ് സീരീസ് ആയിട്ടും ഡിസ്ക്രീറ്റ് സീരീസ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. പിന്നെ കണ്ടിന്യൂസ് സീരീസ് ആയിട്ടും ഡിസ്ക്രീറ്റ് സീരീസ് ആയിട്ടും ഡാറ്റ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഓരോന്നിനും എത്ര തവണ ആവർത്തിച്ചു വരുന്നു എന്നതിനുള്ള ആ ഒരു ടേമിന് പറയുന്ന പേരാണ് എന്ത്? ഫ്രീക്വൻസി അഥവാ ആവൃത്തി എന്ന് പറയുന്നത്. എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ comprehensive way of classification of raw data of a quantitative variable. Frequency distribution അഥവാ ആവൃത്തി വിതരണം എന്ന് പറഞ്ഞാൽ എന്താ? ആവൃത്തി വിതരണം എന്നത് നമ്മൾ കണ്ടെത്തിയ, നമ്മൾ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റയുടെ പ്രാധാന്യം അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യപ്പെട്ട ഡാറ്റയുടെ ക്രമപ്രകാരമുള്ള വിന്യാസം, അതല്ലെങ്കിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് എന്ത് പറയുന്നത്? ആവൃത്തി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ മാർക്കിൻ്റെ കാര്യം നമ്മൾ കണ്ടു. ഇപ്പോൾ 0 മുതൽ 10 വരെ അതിനുള്ളിൽ മാർക്ക് കിട്ടിയവർ ഇത്ര, 10നും 20നും ഇടയിൽ മാർക്ക് കിട്ടിയവരുടെ എണ്ണം, 20നും 30നും ഇടയിൽ മാർക്ക് കിട്ടിയവരുടെ എണ്ണം. ഈ രീതിയിൽ എണ്ണത്തെ വിന്യസിക്കുന്നതിനാണ് എന്ത് പറയുക? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കി. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ കോംപ്രഹെൻസീവ് വേ ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് റോ ഡാറ്റ ഓഫ് എ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് എന്ത്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അടുത്തത് നമ്മൾ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾക്ക് തന്നിട്ടുള്ള ഡാറ്റയുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് എന്തൊക്കെ? ക്ലാസ് ലിമിറ്റ്, ക്ലാസ് ഇന്റർവെൽ, ക്ലാസ് മിഡ് പോയിന്റ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസിന്റെ പരിധി. ഏതൊരു ക്ലാസ്സുകൾ ജനറലി നമ്മൾ എന്ത് എഴുതുക? 10, 20, 20, 30, 30, 40, 40, 50 ഈ രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ എഴുതും. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഡാറ്റയുടെ വലുപ്പത്തിനനുസരിച്ചാണ് നമ്മൾ ക്ലാസ്സുകൾ തീരുമാനിക്കുക. ഒന്നുകിൽ 5, 10, 10, 20, 20, 25 ആ രീതിയിൽ എഴുതാം. അതല്ലെങ്കിൽ 10, 20, 20, 30 അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ 20, 40, 40, 60, 60, 80 അങ്ങനെ അതൊക്കെ നമ്മുടെ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡാറ്റ ഏത് രീതിയിലുള്ളതാണോ അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ? ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ക്ലാസിന്റെ പരിധി. ഏതൊരു ക്ലാസ്സിന്, ഇപ്പോൾ ഇതൊരു ക്ലാസ്സാണ്. 10 to 20 എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലാസ്സാണ്. ഏതൊരു ക്ലാസ്സിന് എന്തുണ്ട്? ഒരു അപ്പർ ലിമിറ്റും ഒരു ലോവർ ലിമിറ്റും ഉണ്ടാകും. ഫസ്റ്റ് ക്ലാസ് ആയ 10 to 20, 10 മുതൽ 20 വരെ എന്നുള്ള ആ ഫസ്റ്റ് ക്ലാസ്സിന് എന്തുണ്ട്? ഏതൊരു ക്ലാസ് ആയാലും അതിനൊരു അപ്പർ ലിമിറ്റും ഒരു ലോവർ ലിമിറ്റും ഉണ്ടാവും. ഒരു ഉച്ചസീമയും ഒരു നീചസീമയും. മലയാളം വേർഡ് നിങ്ങൾ ടെക്സ്റ്റിൽ കണ്ടാലും മലയാളം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, മലയാളത്തിലുള്ള വേർഡ്സും ടേംസും പഠിച്ചു വെക്കേണ്ട. സ്റ്റാറ്റിസ്റ്റിക്സിൽ കഴിയുന്നതും ഇംഗ്ലീഷിലുള്ള ടേംസ് മാത്രം പഠിക്കാൻ നോക്കുക. ക്വാളിറ്റേറ്റീവ് ഡാറ്റ വെറുതെ ഈ ഗുണാത്മക തത്വങ്ങളും പരിണാത്മക ഘട്ടങ്ങളൊന്നും പറഞ്ഞു പഠിക്കാൻ നിൽക്കേണ്ട. ക്വാണ്ടിറ്റേറ്റീവ് തന്നെ പറഞ്ഞിട്ട് പഠിക്കാം. അതുപോലെ ഏതൊരു ക്ലാസ് ആയാലും ആ ക്ലാസ്സിന് ഒരു ലോവർ ലിമിറ്റും ഒരു അപ്പർ ലിമിറ്റും. എന്താണ് ലോവർ ലിമിറ്റും എന്താണ് അപ്പർ ലിമിറ്റും? ഈ ഒരു ക്ലാസ് 10, 20, ഈ 10, 20 എന്നുള്ളത് ഏറ്റവും കുറവ് ഏതാണ്? 10 ആണ്. അതുകൊണ്ട് തന്നെ 10ന് നമ്മൾ ലോവർ ലിമിറ്റ് എന്ന് പറയും. 20 കൂടുതലാണ്, അതുകൊണ്ട് തന്നെ 20ന് നമ്മൾ അപ്പർ ലിമിറ്റ് എന്നും പറയും. ഈ അടുത്ത ക്ലാസ് ആകുമ്പോഴോ 20, 30 എന്നുള്ള രണ്ടാമത്തെ ക്ലാസ് ആകുമ്പോഴോ 20 ക്ലാസിന്റെ അപ്പർ ലോവർ ലിമിറ്റ് ആണ്. ഇവിടെ അപ്പർ ലിമിറ്റ് ആയിരുന്നു, പക്ഷേ രണ്ടാമത്തെ ക്ലാസ്സിൽ ഏറ്റവും കുറവ് ഏതാണ്? 20 ആണ്.
അതുകൊണ്ട് തന്നെ 20 എന്ന് പറയുന്നത് എന്താണ്? ആ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ്. 30 എന്താണ്? അപ്പർ ലിമിറ്റ് ആണ്. അതുപോലെ തന്നെ അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് 30 ആണ്, അപ്പർ ലിമിറ്റ് 40 ആണ്. നെക്സ്റ്റ് വൺ ക്ലാസ് ഇന്റർവെൽ. അടുത്തത് നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യമാണ് എന്ത്? ക്ലാസ് ഇന്റർവെൽ. രണ്ട് ക്ലാസുകളും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഈ ഒരു ക്ലാസ് 10, 20 എന്നുള്ള ഈ ഒരു ക്ലാസിന്റെ ഇടയിലുള്ള വ്യത്യാസം, ഈ 10ഉം 20ഉം തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? അതാണ് എന്ത്? ക്ലാസ് ഇന്റർവെൽ. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 20 മൈനസ് 10 ഈക്വൽ ടു 10. അതല്ലെങ്കിൽ 30 മൈനസ് 20 ഈക്വൽ 10. ഇതാണ് എന്ത്? ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഈ ക്ലാസ് ഇന്റർവെൽ കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ് എന്ത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആ ക്ലാസിന്റെ ഇന്റർവെൽ എത്രയെന്ന് കിട്ടും. ആ ക്ലാസിന്റെ ഇന്റർവെൽ കാണാൻ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കാൽക്കുലേഷൻ ഒന്നും നടത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഇക്വേഷന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ നമുക്ക് നോക്കിയാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് എന്ത്? ഈ രണ്ട് ക്ലാസ്സുകളും തമ്മിലുള്ള ഇന്റർവെൽ എത്രയാണ്. മൂന്നാമത്തെ കാര്യമാണ് എന്ത്? ക്ലാസ് മിഡ് പോയിന്റ്. ഈ ക്ലാസിന്റെ നടുവിലുള്ള ബിന്ദു, മധ്യബിന്ദു എങ്ങനെ കണ്ടെത്തും? അതല്ലെങ്കിൽ മധ്യബിന്ദു എത്രയാണെന്നും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ മിഡ് പോയിന്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ദാറ്റ് മീൻസ് നമ്മൾ ഫസ്റ്റ് ക്ലാസിന്റെ മിഡ് പോയിന്റ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിന്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എത്രയാണ്? 10 പ്ലസ് അപ്പർ ലിമിറ്റ് 20 ഡിവൈഡഡ് ബൈ 2 സമം 30 ഡിവൈഡഡ് ബൈ 2 സമം 15 എന്നുള്ളതാണ് ഈ ഒരു ക്ലാസിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. മിഡ് പോയിന്റ് നോക്കാനും ഇങ്ങനെ കാൽക്കുലേഷൻസ് ചെയ്യണമെന്നില്ല. അപ്പോൾ 10ഉം 20ഉം ഇതിന്റെ ഏറ്റവും സെന്ററിൽ വരുന്ന സംഖ്യ ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും 15 ആയിരിക്കും. അതുപോലെ തന്നെ 20, 30 ഇതിന്റെ നടുവിൽ വരുന്നത് ഏതായിരിക്കും? 25 ആയിരിക്കും. അതുപോലെ തന്നെ 30, 40 ഇതിന്റെ ഇടയിൽ വരുന്നതോ 35 ആയിരിക്കും. അപ്പോൾ ഏതൊരു നമുക്ക് തമ്മിലുള്ള ഏതൊരു ഡാറ്റയ്ക്കും നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട 3 കാര്യങ്ങളാണ് എന്ത്? ക്ലാസ് ലിമിറ്റ്, ക്ലാസ് മിഡ് പോയിന്റ് ആൻഡ് ക്ലാസ് ഇന്റർവെൽ. ഈ 3 കാര്യങ്ങൾ. ക്ലാസ് ലിമിറ്റ് മനസ്സിലാക്കിയിരിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഏതൊരു ക്ലാസ്സിനും ഒരു അപ്പർ ലിമിറ്റും ഒരു ലോവർ ലിമിറ്റും ഉണ്ടാവും. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവുള്ളത്, അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത്. നെക്സ്റ്റ് വൺ ക്ലാസ് ഇന്റർവെൽ. ക്ലാസ് ഇന്റർവെൽ നമ്മൾ എങ്ങനെ കണ്ടെത്തുക? ക്ലാസ് ഇന്റർവെൽ കണ്ടെത്താൻ അപ്പർ ലിമിറ്റിൽ നിന്നും ലോവർ ലിമിറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്ലാസ് ഇന്റർവെൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ക്ലാസ് മിഡ് പോയിന്റ് കണ്ടെത്താൻ എന്താണുള്ള മാർഗം? ക്ലാസ് മിഡ് പോയിന്റ് കണ്ടെത്താൻ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് എന്തിനുള്ള ആൻസർ കിട്ടും? ആ ക്ലാസിന്റെ മിഡ് പോയിന്റ് എത്രയാണെന്നുള്ളതിനുള്ള ആൻസർ നമുക്ക് കിട്ടും. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? ക്ലാസ് ലിമിറ്റും അതുപോലെ തന്നെ ക്ലാസ് ഇന്റർവെല്ലും ക്ലാസ് മിഡ് പോയിന്റും. നമ്മളിപ്പോൾ ഒരു ഡാറ്റയുടെ ക്ലാസിഫിക്കേഷൻ ആണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തുല്യമാണ്. അതല്ലെങ്കിൽ ആ ക്ലാസിന്റെ ക്ലാസ് ഇന്റർവെല്ലുകൾ തുല്യമാണ്. അപ്പോൾ ഒരു ക്ലാസ് നമ്മൾ 10, 20 എന്നെഴുതി, അടുത്ത ക്ലാസ് 20, 30 എന്നെഴുതി, അതിനടുത്ത ക്ലാസ് 30, 60 എന്ന് എഴുതാൻ പാടില്ല. കാരണം എന്താണ്? ഇവിടെ 30 കഴിഞ്ഞാൽ അടുത്തത് എഴുതുന്നത് ഇന്റർവെല്ല് 10 ആണെന്ന് നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് അറിയാം. ആ 10 കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് 40 എന്ന് തന്നെ നമുക്ക് അതിന്റെ ക്ലാസ് ഇന്റർവെല്ല് എഴുതണം. അതല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ 30, 40 എഴുതി അടുത്തത് 45, 50 എന്നും എഴുതാൻ പാടില്ല. കാരണം എന്താ? ഇവിടെ അപ്പോൾ ഇവിടുത്തെ ഇന്റർവെല്ല് 10 എന്നുള്ളത് മാറിയിട്ട് 5 എന്നായിട്ട് മാറും. അപ്പോൾ ഇവിടുത്തെ ക്ലാസ് ഇന്റർവെല്ല് 40 എന്ന് തന്നെ എഴുതണം.
ഓക്കെ, അടുത്തത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എക്സ്ക്ലൂസീവ് മെത്തേഡിനെ കുറിച്ചും ഇൻക്ലൂസീവ് മെത്തേഡിനെ കുറിച്ചുമാണ്. നമ്മൾ ഡാറ്റ ക്ലാസിഫിക്കേഷൻ തയ്യാറാക്കുമ്പോൾ അതല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുമ്പോൾ നമുക്ക് എക്സ്ക്ലൂസീവ് മെത്തേഡ് പ്രകാരവും ഇൻക്ലൂസീവ് മെത്തേഡ് പ്രകാരവും നമുക്ക് തയ്യാറാക്കാനായിട്ട് കഴിയും. അപ്പോൾ എന്താണ് എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്നും എന്താണ് ഇൻക്ലൂസീവ് മെത്തേഡ് എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് മറ്റൊരു ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയി വരുന്ന രീതിയിലുള്ള ഡാറ്റ ക്ലാസിഫിക്കേഷൻ ആണ് എന്ത് എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു ടേബിളിൽ നോക്കുക, 10 എന്ന് പറയുന്നത് ഈ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ്, 20 എന്ന് പറയുന്നത് ആ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആണ്. പക്ഷെ രണ്ടാമത്തെ ക്ലാസ് ആയിട്ട് വരുമ്പോൾ ഇവിടുത്തെ അപ്പർ ലിമിറ്റ് ഇവിടുത്തെ ലോവർ ലിമിറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് മൂന്നാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയിട്ടും മൂന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് നാലാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയിട്ടും മാറുന്നു. ആ രീതിയിൽ ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് മറ്റൊരു ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയിട്ട് മാറുന്ന രീതിയിലുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറയും. ദെൻ എന്താണ് ഇൻക്ലൂസീവ് മെത്തേഡ്? ഇൻക്ലൂസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആ ക്ലാസിന്റെ തന്നെ അപ്പർ ലിമിറ്റ് ആയിട്ട് നിലനിർത്തി തന്നെ മറ്റേ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആ ക്ലാസിന്റെ തന്നെ ലോവർ ലിമിറ്റ് ആയിട്ട് നിലനിർത്തുന്ന രീതിയിലുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്താ പറയാ? ഇൻക്ലൂസീവ് മെത്തേഡ് എന്ന് പറയാം. ഇത് നോക്കാം, 10 മുതൽ 19 വരെയുള്ള സംഖ്യക്ക് ഇടയിൽ വരുന്നത് അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നത് 19 വന്നിട്ടുണ്ടോ? ഇല്ല. 19 എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആണ്. രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റോ 20 ആണ്. അങ്ങനെ ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആയിട്ട് തന്നെ നിലനിർത്തുന്ന രീതിയാണ് ഏത്? ഇൻക്ലൂസീവ് മെത്തേഡ്. ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് മറ്റൊരു ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്നും പറയും. ഇത്രയും കാര്യങ്ങളാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് ഡാറ്റ ലഭ്യമായാൽ അവൈലബിൾ ആയാൽ അതിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്